മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മേഖലയാണ് വിദർഭ. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ 62 സീറ്റും വിദർഭയിലാണ്. ബിജെപിയും കോൺഗ്രസും കടുത്ത പോരാട്ടത്തിലാണ്. വിദർഭയിൽ 36 സീറ്റിൽ ഇരു പാർട്ടികളും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത്. നവംബർ 23-ന് വിദർഭ തീരുമാനിക്കും മഹാരാഷ്ട്രയുടെ താക്കോൽ ആർക്ക് കൊടുക്കണമെന്ന്. संविधान खाली है. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമി. ഛത്തീസ്ഗഡിലെ അബുദ്മഠ് വനമേഖലയോട് ചേർന്നുള്ള ഗഡ്ചിരോളിയിലെ നക്സൽ സ്വാധീന പ്രദേശം മുതൽ നാഗ്പൂർ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശം. RSSന്റെയും അംബേദ്കറുടെയും ദീക്ഷാഭൂമിയുടെയും ആസ്ഥാനം ഇവിടെയാണ്. കർഷക ആത്മഹത്യയിൽ കുപ്രസിദ്ധിയും ഈ മേഖലയ്ക്കുണ്ട്. വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളിൽ അടിയുറച്ച മണ്ണിൽ ഇക്കുറി BJPയും കോൺഗ്രസും തമ്മിൽ പോരാട്ടം നേർക്കുനേറെന്നാണ് പ്രത്യേകത. അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ 62 സീറ്റും വിദർഭയിലാണ്. ഇതിൽ 36 സീറ്റിൽ ഇരു പാർട്ടികളും ഏറ്റുമുട്ടുന്നത് നേർക്കുനേർ. താരമഹിമയിലും പിന്നിലല്ല വിദർഭ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയും മുതൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നാനാ പടോല വരെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നത് വിദർഭയിലെ മണ്ഡലങ്ങളിൽ നിന്നാണ്. സ്വന്തം തട്ടകത്തിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കാൻ നേതാക്കന്മാരെല്ലാം പ്രചാരണവുമായി മുന്നിലുണ്ട്. BJPയുടെ അജണ്ട വ്യക്തമാണ്. ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് അടുത്തിടെ വർദ്ധിച്ച സ്വാധീനം തകർക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ BJPക്കുള്ളൂ. 2014 മോദി തരംഗം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിച്ചിരുന്നു. വിദർഭയിലെ 62 മണ്ഡലങ്ങളിൽ 44-ഉം BJPക്കായിരുന്നു ആധിപത്യം. കേവലം 10 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. കാർഷിക പ്രതിസന്ധിയും കോൺഗ്രസ് വിരുദ്ധതയുമാണ് BJPക്ക് ഗുണം ചെയ്തത്. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ കഥ മാറി. BJP 29 സീറ്റുകളിൽ ചുരുങ്ങി. 15 സീറ്റുകൾ നേടി കോൺഗ്രസ് നേരിയ മുന്നേറ്റം നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ 2 മാത്രമാണ് BJPക്ക് കിട്ടിയത്. ശിവസേനയുടെ 1 സീറ്റ് ഉൾപ്പെടെ മഹായുതിക്കുള്ളത് 3 MPമാർ. 7 സീറ്റുകളുമായി MVA മുന്നേറി. ഇതിൽ 5ഉം പിടിച്ചെടുത്തത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ കോൺഗ്രസ് ഇക്കുറി മുന്നേറാതിരിക്കാൻ മഹായുതി സഖ്യവുമായി ചേർന്ന് 18 അടവും പയറ്റിയിട്ടുണ്ട് BJP. അതിന്റെ ആദ്യ പടിയാണ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത്, 47 പേരെ. ഈ നീക്കം ചെറുക്കാൻ മഹാവികാസ് അഘാഡിയുടെ ഭാഗമായ കോൺഗ്രസ് കൈമെയ് മറന്ന് പ്രചാരണം നടത്തുകയാണിവിടെ. കടുത്ത പോരാട്ടമാകുമെന്ന് സംശയം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മേഖലയിൽ നടത്തിയ പതിവ് സന്ദർശനങ്ങളിൽ നിന്ന് വ്യക്തമാണത്. കൃഷി ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിലും ആദിവാസികളുടെയും പിന്നാക്ക വിഭാഗക്കാരുടെയും പ്രശ്നങ്ങളിലും വികസനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇത്തവണത്തെ പ്രചാരണം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക സമരങ്ങൾ എന്നിങ്ങനെ 3 നിർണായക വിഷയങ്ങളിലാണ് കോൺഗ്രസ് ഊന്നൽ നൽകുന്നത്. RSSും പ്രചാരണവുമായി മുൻനിരയിലുണ്ട്. വിദർഭയിലെ ഓരോ നിയോജക മണ്ഡലത്തിലും വ്യക്തമായ രാഷ്ട്രീയവും ജാതി സമവാക്യവുമുണ്ട്. കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ നാഗ്പൂരിൽ കർഷക പ്രതിസന്ധി മുതലെടുത്തും RSSന്റെ സ്വാധീനം ഉപയോഗിച്ചുമാണ് BJP വളർന്നത്. ദേശീയ പാർട്ടികളുടെ വിജയത്തെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള കുൻബി സമുദായവും മേഖലയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവർ BJPക്കെതിരെ തിരിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആരംഭിച്ച ലഡ്കി ബഹൻ യോജന പോലെയുള്ള ജനകീയ പദ്ധതികൾ ഫിനിഷിംഗ് ലൈൻ മറികടക്കാൻ സഹായിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഗോത്രവർഗ ജില്ലയായ ഗഡ്ചിരോളിയിൽ 15,000 തൊഴിലവസരങ്ങൾ നൽകിയെന്നും BJP അവകാശപ്പെടുന്നു. എന്നാൽ MVAയുടെ 5 ഗ്യാരണ്ടികളും ഭരണവിരുദ്ധതയും വോട്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. 2022 രാഹുൽ ഗാന്ധിയുടെ ഭാരത് ചോഡോ യാത്രയുടെ തരംഗം വിദർഭയിൽ ഇപ്പോഴുമുണ്ടെന്ന ആത്മവിശ്വാസവും കോൺഗ്രസ് പാളയത്തിനുണ്ട്. പക്ഷേ വിചാരിച്ച പോലെ മറാഠ വോട്ടുകൾ ഏകീകരിക്കാനായില്ലെങ്കിൽ OBC വോട്ടുകൾ പിടിക്കാനാണ് BJP ക്യാമ്പ് ശ്രമം നടത്തുന്നത്. OBCയിൽ കൂടുതൽ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ക്രിമീലിയർ പരിധി 8 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷമാക്കി ഉയർത്തിയ ഭരണകക്ഷികളുടെ നീക്കം ഇതിന്റെ ഭാഗമാണ്. പക്ഷേ ഇരു സഖ്യങ്ങളും വെല്ലുവിളി നേരിടുന്നത് വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലാണ്. മേഖലയിൽ MVAക്ക് 28ഉം മഹായുതിക്ക് 19ഉം വിമതരാണുള്ളത്. മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശിവസേനയ്ക്കും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കും കാര്യമായ മുന്നേറ്റമില്ലാത്ത ഇടമാണ് വിദർഭ.
പക്ഷേ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും പ്രധാന യുദ്ധക്കളമായ വിദർഭ ആർക്കൊപ്പം നിൽക്കുമെന്നത് നിർണായകമാണ്. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ഗതിയുടെ താക്കോൽ ഇവിടെയാണ്. വിദർഭയിൽ വിജയിക്കുന്ന പാർട്ടി മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. മഹാരാഷ്ട്രയിലെ അധികാരത്തിന്റെ ഇടനാഴിയിലേക്കുള്ള വഴി വിദർഭയിലൂടെ കടന്നുപോകുന്നു എന്നർത്ഥം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.